ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇറച്ചിയട എന്നൊക്കെ പറയുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് റംസാനിനൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ അതിനായിട്ട് ഇതിലേക്കുള്ള മസാല ആദ്യം റെഡിയാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 വലിയ ഉള്ളി ചെറുതാക്കി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കിയിട്ട് പറഞ്ഞാൽ കനം കുറച്ച് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ട് വരുമൊന്നും വേണ്ട. ഈ ഉള്ളിൻ്റെ ചെറിയ സ്മെല്ലൊക്കെ ഒന്ന് മാറുമൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരച്ചെടുക്കേണ്ട, ചതച്ചതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ആക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ മഞ്ഞളും കുരുമുളകും ഉപ്പും ചേർത്തിട്ട് ഫ്രൈ ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ റോസ്മെല്ല് മാറോളം ഒന്നുകൂടി ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. അത് അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കുള്ള മാവ് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml. നമ്മൾ അരിയൊക്കെ അളന്നെടുക്കൂലേ നാഴി, അതേ അളവ് തന്നെയാണ് കേട്ടോ. 250 ml. അപ്പോൾ അതിലെടുത്താലും മതി, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അളവിനെടുത്താലും മതി. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൂരിക്ക് കുഴച്ചെടുക്കൂലേ അതേപോലെ പച്ചവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഓരോ മാവാക്കി എടുക്കുക. കനം കുറച്ച് പരത്തിയെടുക്കുക. ഓരോ മാവും കനം കുറച്ച് പരത്തിയെടുത്തിട്ട് ഇതേപോലെ വല്ല ഗ്ലാസ്സോ അല്ലെങ്കിൽ കുപ്പിൻ്റെയൊക്കെ അടപ്പുണ്ടാവില്ലേ, അതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. റൗണ്ട് ഷേപ്പാക്കിയിട്ട് കൊടുക്കുക. അമർത്തി കൊടുക്കരുത്, നന്നായിട്ട് പ്രസ് ചെയ്യരുത്. അത് ഒന്ന് ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രം വെച്ച് കൊടുക്കുക. നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് അല്ലേ, അത് വെച്ച് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് വെച്ച് കൊടുക്കുക. ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് കനം കമ്മിയാക്കിയിട്ട് വേണ്ടത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മസാല ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ആ കൂടി കിടക്കണൊക്കെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഒരു മാവ് പരത്തിയത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ആ ഷേപ്പിന്, മസാല ഇരിക്കുന്ന ഷേപ്പിന് വെച്ച് നോക്കിയിട്ട് ആ ഗ്ലാസ് കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് വീണ്ടും ഇത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. ഇത് കൂടിയും കണ്ട് ഇങ്ങനെ കറണ്ടായിരിക്കുക. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ സ്നാക്ക് തന്നെയാണ് കേട്ടത്. നമ്മൾ സ്നാക്കൊക്കെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നവരുണ്ടാവില്ലേ, അപ്പോൾ ഇത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാന് വെച്ചിട്ട് 2 വശവും ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം തണുത്തതിന് ശേഷം ഫ്രീസറിലേക്ക് വെച്ചിട്ട് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഒന്നിന് മീതെ ഒന്ന് വെച്ചാലും ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതേപോലെ ഫ്രീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്നതിൻ്റെ 5-10 മിനിറ്റ് മുന്നേ പുറത്തേക്ക് വെച്ചിട്ട് അതിന് ശേഷം വേണ്ട ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ചിക്കൻ വെച്ചിട്ടല്ലേ ചെയ്തത്. അപ്പോൾ അതേപോലെ ബീഫ് വെച്ചിട്ടോ എഗ്ഗ് വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.